സർവശക്തിമാൻ പരമേശ്വരൻ അമാനെ എബെ ബെട്ടി ഒച്ചത്. അതുകൊണ്ട് 5-ാം വാക്യത്തിൽ പറയുകയാണ്, നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ସେଥିପାଇଁ 5 ପଦରେ ଆସିଲା ବେଳେ ଏହି ପ୍ରକାର ଲେଖିଛନ୍ତି, ଆଜି ତୁମେ ମୋର ପୁତ୍ର, ମୁଁ ତୁମର ପିତା, ଆଜି ମୁଁ ତୁମକୁ ରକ୍ଷା କରିଅଛୁ. ഇത് എല്ലാ വ്യക്തികളും ജനിക്കുന്നത് പോലെ ഒരു ജനനമല്ല. ଏଠି ସମସ୍ତେ ମനുଷ୍ୟ ଯେମିତି ଜନ୍ମଗ୍ରହଣ କରୁଛନ୍ତି ସେହି ପ୍ରକାର ଗୋଟେ ଜନ୍ମ ନୁହେଁ. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവിടെ വിദ്വാൻമാർ അന്വേഷിച്ചു വന്നപ്പോൾ പറഞ്ഞത്, രാജാവായിട്ട് ജനിച്ചിരിക്കുന്നവനെ എവിടെ എന്നാണ് ചോദിച്ചത്. ആമേൻ. ଯେତେବେଳେ ହାଲେଲୁୟା ଲୁକଲିଖିତ ସୁସମାଚାରରେ ମାନେ ଯେତେବେଳେ ଦେଖିବା, ସେଠି ଯେତେବେଳେ ପଣ୍ଡିତମାନେ ଆସିଲା ବେଳେ ଏହି ପ୍ରକାର ପଚାରୁଛନ୍ତି, യഹൂദിମାନଙ୍କର രാജാ കേଉଠାରେ ജന്മഗ്രഹണം କରିଛନ୍ତି. അനേകര് ജനിച്ചിട്ട് രാജാവാകാറുണ്ട്. പക്ഷേ ജനിച്ചപ്പോൾ തന്നെ രാജാവായിട്ട് ജനിച്ച ഉലകത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അനേക ଲୋକମାନେ ଜନ୍ମ ହେଲା ପରେ ରାଜା ହୁଅନ୍ତି, ମାତ୍ର ରାଜା ହେଇକିରି ଜନ୍ମ ହେଇଥିବା ଜଣେ ହିଁ ବ୍ୟକ୍ତି ଅଟନ୍ତି, ସେ ଆମମାନଙ୍କର ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟ ଅଟନ୍ତି. ହାଲେଲୁୟା. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ വംശാവലിയെ കുറിച്ച് പറയുമ്പോൾ ഇന്നവരെ ജനിപ്പിച്ചു, ഇന്നവരെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് 42-ാം തലമുറയെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു മറിയമിൽ നിന്നും ജനിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ്. ବଂଶ ବିଷୟରେ ଲେଖିଛନ୍ତି, ସେତେବେଳେ ଆମମାନେ ସେ ତାଙ୍କୁ ଜନ୍ମ ଦେଲେ, ସେ ତାଙ୍କୁ ଜନ୍ମ ଦେଲେ, ସେ ତାଙ୍କୁ ଜନ୍ମ ଦେଲେ, ଏହି ପ୍ରକାର ଗୋଟେ ବଂଶ ଲେଖିକି ଆସିଲା ବେଳେ 42 ମାନେ ଏଡ଼ାରେ ଆସିଲା ବେଳେ କହୁଛନ୍ତି, ହାଲେଲୁୟା, ଗୋଟେ ପ୍ରଭୁ ଯୀଶୁର ଜନ୍ମ ବିଷୟରେ ଲେଖିଛନ୍ତି. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ ഇന്ന് കർത്താവിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു കൊള്ളണം, അവൻ ആരംഭവും അവസാനവും ഇല്ലാത്ത സർവശക്തനായ ആൽഫയും ഒമേഗയുമായ ദൈവമാണ്. ആമേൻ. പ്രിയ ପ୍ରଭୁଙ୍କର ଲୋକମାନେ, ଆପଣମାନେ ଗୋଟେ ବିଷୟରେ ଜ୍ଞାତ ହୁଅନ୍ତୁ. ଆମମାନେ ଯେତେବେଳେ କ୍ରିସମସ ପାଳନ କରିବା ସମୟରେ ଗୋଟେ ବିଷୟ ଜାଣି ନିଅନ୍ତୁ, ଆମମାନଙ୍କର ପରମେଶ୍ୱର ଆଦି ଆଉ ଅନ୍ତ ଅଟନ୍ତି, ଅନାଦି କାଳରୁ ଅନନ୍ତ କାଳ ପର୍ଯ୍ୟନ୍ତ സർവശക്തിമാൻ പരമേശ്വരൻ ଅଟନ୍ତି. പിതാവായ ദൈവം നമ്മുടെ പാപത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചതിനെയാണ് പിതാവ് ഇവിടെ ജനിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ആമേൻ. ଆମମାନଙ୍କର ସ୍ୱର୍ଗୀୟ ପିତା ଆମମାନଙ୍କର ପାପରୁ ଆମମାନଙ୍କୁ ଉଦ୍ଧାର କରିବା ନିମନ୍ତେ ଜଣେ ତାଙ୍କର ଏକମାତ୍ର ପୁତ୍ରକୁ ଜଗତକୁ ପ୍ରେରଣ କରିଅଛନ୍ତି. ସେ ବିଷୟକୁ ହାଲେଲୁୟା ଜନ୍ମ ବୋଲି ଲେଖିଛନ୍ତି. ഇത് 2-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ଗୀତ ସଂଗୀତ 2ରେ ମାନେ ଲେଖିଛନ୍ତି. 6-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ. ആമേൻ. ହାଲେଲୁୟା. 6 ପଦରେ ଆମମାନେ ଦେଖିଲା ବେଳେ ସେ ପ୍ରଥମ ଜାତକୁ ଆଉଥରେ ମାନେ ସୃଷ୍ଟି କଲା ବେଳେ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഈ ജഗത്തുକୁ ପ୍ରେରଣ କରାଇଲା ସମୟରେ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിച്ചതല്ല, യേശുക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ചതാണ്. ആമേൻ. പ്രഭു യേശു ക്രിസ്തു ഈ ജഗତରେ ജന്മഗ്രഹଣ କରିନାହାନ୍ତି, സ്വർഗ്ഗରୁ ତାଙ୍କୁ ପ୍ରେରଣ କରିଅଛନ୍ତି. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യേശുക്രിസ്തുവിന് ദൈവം ഒരു പേര് കൊടുത്തു. ആ പേരാണ് ആദ്യജാതൻ. ആമേൻ. ସେଥିପାଇଁ സർവശക്തിമാൻ പരമേശ്വର ପ୍ରଭୁ ଯୀଶୁ ଖ୍ରୀଷ୍ଟଙ୍କୁ ଗୋଟେ ନାମ ଦେଇଛନ୍ତି, ତାଙ୍କର ନାମ ଅଛି ଏକମାତ୍ର ପୁତ୍ର. ആദ്യജാതൻ ഉണ്ടെങ്കിൽ പിന്നെയും ജാതന്മാരുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ആമേൻ. ହାଲେଲୁୟା. ତାଙ୍କୁ ଏହି ପ୍ରକାର ନାମ ଦେଇଛନ୍ତି ପ୍ରଥମ ଜାତ. ଯଦି ପ୍ରଥମ ଜାତ ବୋଲି କହିଲେ ତା ପରେ ପରେ ବି സന്താനമാനെ ഒച്ചത്തി ବୋଲି ആമേൻ ജാനിക്കുക. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന ദൈവ ഇതിലെ യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. ହାଲେଲୁୟା. ପ୍ରିୟ ପ୍ରଭୁଙ୍କର ଲୋକମାନେ, ହାଲେଲୁୟା, ଏହି ପ୍ରକାର ପ୍ରଭୁ କହୁଛନ୍ତି, ଯେଉଁମାନେ ପ୍ରଭୁ ଯୀଶୁକୁ ତ୍ରାଣକର୍ତ୍ତା ବୋଲି ବିଶ୍ୱାସ କରନ୍ତି, ଆମେ ସ୍ୱୀକାର କରନ୍ତି, ତାଙ୍କୁ ତାଙ୍କର ପୁତ୍ର ହେବା ପାଇଁ അവകാശ ଦେଇଅଛନ୍ତି. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ജനിച്ച വാഗ്ദത്ത സന്തതികളാണ്. ആമേൻ. ସେଥିପାଇଁ ଆମମାନେ ଈଶ୍ୱରଙ୍କର ପ୍ରତିଜ୍ଞାରେ ଜାତ ହେଇଥିବା ସନ୍ତାନମାନେ ଅଟନ୍ତି. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ଯେତେବେଳେ ଆଦି ପୁସ୍ତକ 18 ମାନେ ପର୍ବକୁ ମାନେ ଯେତେବେଳେ ଯିବା, ദൈവത്തിന്റെ ദൂതന്മാര് ദൈവം അബ്രഹാമിന്റെ കൂടാരത്തിൽ വരികയാണ്. ହାଲେଲୁୟା. ସେଠି അബ്രഹാമଙ୍କର തമ്പു നിକଟରେ ദൂതମାନେ ଆସୁଛନ୍ତି. അവിടെ അബ്രഹാമിന് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവം പറയുകയാണ്, അടുത്ത വർഷം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ നീ ഒരു മകനെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞു. ଆମେ ଜାଣିଛନ୍ତି ଅବ୍ରାହମକୁ ସନ୍ତାନ ନଥିଲା,
ନଥିଲା ମାନେ ସେତେବେଳେ ଦୂତ ଏହି ପ୍ରକାର କହିଲେ ଆର ବର୍ଷ ଏ ସମୟରେ ଯେତେବେଳେ ମୁଁ ଆସିବା ବେଳେ ତୁମର ଗୋଟେ ସନ୍ତାନ ହବ പ്രാരംഭത്തിൽ പാസ്റ്റർ ഓർപ്പിക്കാനായിട്ടിടയായി അഭിഷിക്തന്മാരുടെ കാലുകൾ ഒറീസയിൽ വെച്ചാൽ അതിന്റെ ഫലം ഈ ദേശത്തുണ്ടാകും ആമേൻ പ്രഭുങ്കര ദാസ പ്രാരംഭ സമୟରେ ଏହି ପ୍ରକାର ଆମକୁ ସ୍ମରଣରେ ଆଣିଲେ ପ୍ରଭୁଙ୍କର ଅଭିଷିକ୍ତମାନଙ୍କର ପାଦ ତଳେ ଆମମାନଙ୍କର ଆଞ୍ଚଳରେ ପଡ଼ିଲେ ଆମମାନଙ୍କର ଅନୁଗ୍ରହ ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ ഭവനത്തിൽ വന്ന് നിന്റെ ശൂന്യതയെ മാറ്റിക്കളയും ആമേൻ ଯଦି ପ୍ରଭୁଙ୍କର ଦୂତ ତୁମର ପରିବାର ମଧ୍ୟରେ ପାଦ ପକେଇବେ ତୁମର ପରିସ୍ଥିତି ବଦଳି ଯିବେ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലെ ശൂന്യതകളെ നീക്കിക്കളയുന്ന രാത്രിയാണ് ଆଜି ରାତ୍ରି ପବିତ୍ର ଆତ୍ମା ଆପଣମାନଙ୍କର ହୃଦୟରେ ଯେଉଁ ପ୍ରକାର ଶୂନ୍ୟ ଅବସ୍ଥା ଅଛନ୍ତି ତାହା ଗାଳିରେ ହଟାଇବା ପାଇଁ ବିଶ୍ୱାସ ପରମେଶ୍ୱର കർത്താവിനെ സ്തോത്രം ചെയ്തു ଆରେ ହାତ ଉଠାଇଲେ ପ୍ରଭୁଙ୍କୁ ଧନ୍ୟବାଦ ଦିଅନ୍ତୁ അവരത് വിശ്വസിച്ചു ସେମାନେ ତାହା ବିଶ୍ୱାସ କଲେ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ଆମେ 19 ପର୍ବକୁ ଯେତେବେଳେ ଆସିବା ସମୟରେ അവര് ആ വിശ്വാസത്തെ ഏറ്റെടുക്കുകയാണ് ସେ ବିଶ୍ୱାସକୁ ସେମାନେ ସ୍ୱୀକାର നമുക്ക് କରୁଛନ୍ତି ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ സമയമെടുക്കുന്നില്ല ଆମେ ତାର ପଛରେ ଇତିହାସକୁ ମାନେ ଜାଣିବା ଦ୍ୱାରା ମୁଁ ସେ ଭିତରକୁ ଯିବା ପାଇଁ ଚାହୁଁନାହାନ୍ତି നമ്മൾ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ଯେତେବେଳେ 20 ପର୍ବକୁ ଯେତେବେଳେ ଆମେ ଯିବା അവര് ഒരു വീട്ടിൽ പാർക്കുന്ന സമയത്ത് ସେମାନେ ଗୋଟେ ଘରରେ ବାସ କରୁଥିବା ആ ସମୟରେ രാജ്യത്തിന്റെ പ്രഭുവായ അബീമേലെക്ക് ସେ ରାଜ୍ୟର ମୁଖ୍ୟ ବ୍ୟକ୍ତି അബിമേലെକ സാറയെ കാണുവാനായിട്ടിടയായി ସାରାକୁ ଦେଖିଲେ ആ സമയത്ത് സാറ അതിസുന്ദരിയായിരുന്നു ଆମେ ସେ ସମୟରେ ସାରା ଆଦି ସୁନ୍ଦରୀ ଥିଲେ നമ്മൾ 18-ാം അധ്യായത്തിൽ വായിക്കുന്നത് അവർക്ക് പുത്രോത്പാദനത്തിനുള്ള കഴിവുണ്ടായിരുന്നില്ല കാരണം അവർ വൃദ്ധയായിരുന്നു അബ്രഹാം വൃദ്ധനായിരുന്നു പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവരെ യൗവനക്കാരാക്കി മാറ്റുവാൻ ശക്തിയുള്ളതായിരുന്നു വാഗ്ദത്തം ପର୍ବରେ ଦେଖିଲେ ସାରା ବୃଦ୍ଧ ଅବସ୍ଥାରେ ଥିଲେ ଅବ୍ରାହମ ବୃଦ୍ଧ ଅବସ୍ଥାରେ ଥିଲେ ସେମାନଙ୍କୁ ସନ୍ତତି ମାନେ ନଥିଲା ମାତ୍ର ଯେତେବେଳେ ପରମେଶ୍ୱରଙ୍କର ପ୍ରତିଜ୍ଞା ସେମାନଙ୍କର ଜୀବନରେ ଆସିଲେ ସେମାନଙ୍କର ଜୀବନକୁ ପରମେଶ୍ୱର പരിവർത്തന കൊല്ലേ ഈ 2025 അവസാനിക്കുന്നതിന് മുൻപേ ഈ 25-ാം ദിവസം ഈ ചർച്ചിനകത്ത് നിന്നുകൊണ്ട് ഈ സഭയ്ക്ക് ഒരു വാഗ്ദത്തം നൽകിയാണ് ഈ വാഗ്ദത്തത്തെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല 2025 മസിയാരെ 25 താരീഖിലെ ഈ മണ്ഡലത്തിലെ ଯେତେବେଳେ ମୁଁ ଛିଡ଼ା ହେଇକି କହିବା ସମୟରେ ହାଲେଲୁୟା ପ୍ରଭୁଙ୍କର ଆତ୍ମା ଯେଉଁ ପ୍ରକାର ପ୍ରତିଜ୍ଞା ମଣ୍ଡଳୀ ପ୍ରତି ଦେଇଛନ୍ତି ତାହା କେବେ ବି ଶୈତାନ ହାଲେଲୁୟା ଚୂର୍ଣ୍ଣ କରିପାରିବନି ନଷ୍ଟ କରିପାରିବନି ഇവിടെ എനിക്ക് കുടുംബത്തോട് ഒരു ദൂത് പറയാനുണ്ട് ആമേൻ ଏଠି ମୁଁ ପ୍ରଭୁଙ୍କର ଦାସଙ୍କୁ ଏହି ପ୍ରକାର ଗୋଟେ ବାଣୀ କହିବା ପାଇଁ ଚାହେଁ ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന്റെ കുടുംബത്തിൽ പിറക്കുന്നതിന് മുൻപേ ശത്രു തട്ടിയെടുക്കുവാൻ ശ്രമിച്ചു ആമേൻ ଯେତେବେଳେ ପରମେଶ୍ୱର ଦେଇଥିବା ପ୍ରତିଜ୍ଞା ହାଲେଲୁୟା ଅବ୍ରାହମଙ୍କର ଜୀବନରେ ଆସିବା ପୂର୍ବରୁ ତାହା କାଢି ନେବା ପାଇଁ ଶୈତାନ ଚେଷ୍ଟା କଲେ ഹല്ലേലൂയ ହାଲେଲୁୟା എന്നാൽ ദൈവം അവിടെ രാത്രി ഇടപെടുവാനായിട്ട് ഇടയായി ହେଲେ ସେଦିନ ରାତ୍ରି ପରମେଶ୍ୱରଙ୍କର ହାଲେଲୁୟା ସହିତ ହାଲେଲୁୟା ସେମାନଙ୍କର ସମ୍ପର୍କ ହେଲେ എന്നാൽ ഈ കുടുംബത്തിൽ ചില നഷ്ടങ്ങളെ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ഈ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ദൂത് പറയുകയാണ് ഈ വാഗ്ദത്ത സന്തതിയെ അതിശക്തമായി ദൈവം ഈ ദേശത്ത് ഉപയോഗിക്കാൻ പോവുകയാണ് ହାଲେଲୁୟା ଆଜି ମୁଁ ରାତ୍ରି କାଳ ଏହି ପ୍ରକାର ମଣ୍ଡଳୀକୁ କହିବା ପାଇଁ ଚାହେଁ ପ୍ରଭୁଙ୍କର ପ୍ରତିଜ୍ଞା ଅନୁସାରେ ହାଲେଲୁୟା ତାଙ୍କର ସନ୍ତାନଙ୍କ ଉପରେ ପ୍ରଭୁଙ୍କର ଆତ୍ମା କାର୍ଯ୍ୟ କରିବା ପାଇଁ ଯାଉଛନ୍ତି ଏ ବର୍ଷ କାଳ സാറയെ ദൈവം മടക്കി വരുത്തി ଆମେ ସାରାକୁ ଫେରେଇ ଆଣିଲେ അവിടെ അബ്രാഹാമിനോട് ഇങ്ങനെയാണ് പറഞ്ഞത് ସେଠି ଅବ୍ରାହମକୁ ଏହି ପ୍ରକାର କହିଲେ നീ അബിമേലെക്കിന് വേണ്ടി പ്രാർത്ഥിക്കണം ଆମେ ତୁମେ അഭിമേലെക്കു നിമിത്തം പ്രാർത്ഥന ഈ କରିବ ദേശത്തെ ചില പ്രഭുക്കന്മാർക്ക് ചില അധികാരികൾക്ക് ചില മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ ദാസനെ ഈ ദേശത്തെ ദൈവം അഭിഷേകം ചെയ്ത് ଆମେ നിർത്തിയിരിക്കുകയാണ് ଏ ଦେଶ ମଧ୍ୟରେ କେତେକ ମୁଖ୍ୟ ଲୋକମାନଙ୍କୁ ଉନ୍ନତ ସ୍ଥାନରେ ରହିବା ଲୋକମାନଙ୍କୁ ପ୍ରାର୍ଥନା କରିବା ପାଇଁ ପ୍ରଭୁଙ୍କର